ഡയമണ്ടുകൾ കാണാനും വാങ്ങാനും അണിയാനുമൊക്കെ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ കാണില്ല. എന്നാൽ പലപ്പോഴും സാധാരണക്കാർക്ക് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങി അണിയുക എന്നത് അത്ര പെട്ടെന്നൊന്നും സാധിക്കുന്നതുമല്ല. എങ്കിലും വിലപിടിപ്പുള്ള അത്യപൂർവമായ വജ്രങ്ങളെക്കുറിച്ചും അറിയാനും പറയാനുമെല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. അതിന് ഉത്തമ ഉദാഹരണമാണ് കോഹിനൂർ രത്നത്തെക്കുറിച്ചുള്ള കഥകളും സംഭവങ്ങളും. നാഗമാണിക്യവും വരം നൽകുന്ന വജ്രങ്ങളുമെല്ലാം നമ്മുടെ മുത്തശ്ശി കഥകളുടെ ഭാഗവാക്കായതും വെറുതെയല്ല. പറഞ്ഞു വന്നത് അന്തർദേശീയ തലത്തിൽ ഇപ്പോൾ സംസാരമായിരിക്കുന്ന വജ്രാഭരണത്തെക്കുറിച്ചും അത് സ്വന്തമാക്കിയ വ്യക്തിയെക്കുറിച്ചുമാണ്. ഡയാന രാജകുമാരിയുടെ അമൂല്യമായ വജ്രമാല സ്വന്തമാക്കിയ പ്രശസ്ത റിയാലിറ്റി ഷോ താരം കിം കദാർഷിയാലാണ് ഇപ്പോൾ മാധ്യമ ശ്രദ്ധയും ആരാധക ശ്രദ്ധയും പിടിച്ചുപറ്റുന്നത്. വജ്രം പതിച്ച വലിയ കുരിശിന്റെ ലോക്കറ്റാണ് ഈ മാലയുടെ പ്രത്യേകത. അറ്റേല ക്രോസ് എന്നാണ് ഈ മാലയുടെ പേര്. ചരിത്ര പ്രസക്തിയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും തന്റേതാക്കുന്നതിൽ കീമിനുള്ള താല്പര്യം ഇതിനു മുമ്പും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി കോസ്മെറ്റിക് സർജറികൾക്ക് വിധേയായ താരം കൂടിയാണ് കീം. കീമിന്റെ സാമൂഹിക മാധ്യമങ്ങളിൽ കോടിക്കണക്കിന് ഫോളോവേഴ്സ് ആണുള്ളത്. ഇതിനു മുമ്പ് പ്രശസ്ത നടി മെർലിൻ മാൻറോയുടെ ഗൗൺ വാടകയ്ക്കെടുത്തും കീം ശ്രദ്ധ നേടിയിരുന്നു. മെർലിന്റെ ഗൗൺ ധരിച്ചാണ് ഒരു തവണ ഫാഷന്റെ ഉത്സവമായ മെറ്റ് ഗാലയിൽ കീം വാർത്താ പ്രാധാന്യം നേടിയത്. മെർലിന്റെ ഗൗണിന് കേടുപാടുകൾ സംഭവിച്ചു എന്ന പേരിലും വലിയ ചർച്ചകൾ നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡയാനയുടെ വിശിഷ്ടമായ വജ്രമാല കീം സ്വന്തമാക്കുന്നത്. ഡയാന രാജകുമാരിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഈ ആഭരണം കീം ലേലത്തിലൂടെയാണ് വാങ്ങിയത്. ന്യൂയോർക്കിലെ സോദാബീസ് ലേല കേന്ദ്രത്തിൽ ബുധനാഴ്ചയാണ് ഇതിന്റെ ലേലം നടന്നത്. 1,60,00,000 രൂപയാണ് ഈ മാലയുടെ വില. 1920കളിൽ ബ്രിട്ടീഷ് ആഭരണ നിർമ്മാതാക്കളായ ജെറാർഡാണ് ഈ മാല രൂപകൽപ്പന ചെയ്തത്. 1987 ഒരു ചടങ്ങിന് ഇതണിഞ്ഞ് ഡയാന എത്തിയത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. താഴേക്ക് നീണ്ടുകിടക്കുന്ന വലിയ കുരിശുമാലയ്ക്ക് അന്നേ വാർത്താ പ്രാധാന്യം ലഭിച്ചിരുന്നു. വെള്ളയും പർപ്പിൾ നിറവും നിറഞ്ഞതാണ് ഇതിന്റെ കുരിശു ലോക്കറ്റ്. അന്ന് ഡയാന ധരിച്ചിരുന്നതും പർപ്പിൾ നിറത്തിലുള്ള ഗൗൺ ആയിരുന്നു. ലോക്കറ്റിന്റെ വലിപ്പം കൊണ്ടാണ് ഈ മാല ശ്രദ്ധ പിടിച്ചു പറ്റിയത്. അക്കാലത്ത് വലിപ്പമുള്ള ആഭരണങ്ങൾ അത്ര വ്യാപകമായി പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്നും വലിയ ലോക്കറ്റുകൾ ധരിക്കുന്നത് ട്രെൻഡിങ് അല്ല. അത്തരത്തിൽ സവിശേഷതകൾ നിറഞ്ഞ മാലയാണ് കീം തനിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ ഡയാന രാജകുമാരിയുടെ ലോക്കറ്റിന്റെ ഇതും അത് സ്വന്തമാക്കിയ കീമിന്റെയും വാർത്തകൾ അവസാനിക്കും മുമ്പേ അടുത്ത ഡയമണ്ട് വാർത്ത എത്തിയിരിക്കുകയാണ്. എന്താണെന്നല്ലേ? ഫ്രഞ്ച് രാജ്ഞി മാരി ആന്റോണിയുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന 18ാം നൂറ്റാണ്ടിലെ നെക്ലേസ് ലേലത്തിനെത്തുന്നു എന്നതാണ് വാർത്ത. 500 വജ്രങ്ങൾ പതിച്ച നെക്ലേസ് പ്രമുഖ ഫൈൻ ആർട്ട് കമ്പനിയായ സൊദേബീസ് ആണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. നെക്ലേസിന് 24 കോടിയോളം രൂപയാണ് വിൽപ്പന തുക പ്രതീക്ഷിക്കുന്നത്. ഈ നെക്ലേസിനെ കുറിച്ച് ചില കഥകളും പ്രചരിക്കുന്നു. ഫ്രഞ്ച് രാജ്ഞി മാരി ആന്റോണിറ്റിന്റെ മരണവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്നതാണ് ഈ നെക്ലേസ്. നവംബറിലാണ് ലേലം നടക്കുക. ഏഷ്യയിലെ സ്വകാര്യ ശേഖരത്തിലുള്ള ആഭരണം നവംബർ 11 ജനീവയിലെത്തും. ഒക്ടോബർ 25 മുതൽ ആഭരണത്തിന്റെ ഓൺലൈൻ ലേലം ആരംഭിക്കും. 3 നിരകളിലായി വജ്രങ്ങൾ പതിപ്പിച്ച രീതിയിലാണ് നെക്ലേസിന്റെ ഡിസൈൻ. നെക്ലേസിന്റെ അറ്റത്ത് വജ്രങ്ങൾ കൊണ്ടുള്ള മനോഹരമായ അലുക്കുകളുമുണ്ട്. 1937 ജോർജ് നാലാമന്റെയും 1953 എലിസബത്ത് രാജ്ഞിയുടെയും കിരീടധാരണ ചടങ്ങിൽ മാത്രമാണ് ഈ ആഭരണം പൊതുവിടത്തിൽ അണിഞ്ഞിട്ടുള്ളത് എന്നതാണ് സൂചന. ഗോൽഗോണ്ട വജ്രഖനിയിൽ നിന്നുമുള്ളതാണ് നെക്ലേസിലെ വജ്രങ്ങളെന്നും കരുതുന്നു. 50 വർഷങ്ങൾക്ക് ശേഷമാണ് ആഭരണം പൊതു ഇടത്തിൽ പ്രദർശനത്തിനെത്തുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പാണ് ഇതിന്റെ നിർമ്മാണം എന്നാണ് നിഗമനം. ഈ നെക്ലേസ് ഇപ്പോഴും മനോഹരമാണ്. സാധാരണയായി ഇത്രയും പഴക്കമുള്ള ആഭരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാറുണ്ടെന്നും എന്നാൽ ജോർജിയൻ കാലഘട്ടത്തിലെ ഈ നെക്ലേസ് ഇപ്പോഴും മനോഹരമായിരിക്കുന്നത് അത്ഭുതകരമാണെന്നും ലേലം നടത്തുന്ന കമ്പനി അറിയിച്ചു. ഇത്രയും മൂല്യമുള്ള ആഭരണം ഏതെങ്കിലും രാജകുടുംബത്തിന് വേണ്ടി മാത്രമായിരിക്കും നിർമ്മിച്ചിരിക്കുക എന്നതാണ് സോദേബീസ് കമ്പനി പറയുന്നത്. എന്നാൽ ഇതും കീം സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ആരാധകർ പറയുന്നത്. ഇനിയിപ്പോ കീമിന് താല്പര്യമില്ലെങ്കിൽ പോലും ആരാധകരുടെ ആഗ്രഹം സാധിക്കാം. കീം നെക്ലേസ് സ്വന്തമാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. You're watching Media Village Television.
you enjoyed this video, don't forget to like, share and subscribe.